നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒരു പകലും ഒരു രാത്രിയും മാത്രം ബാക്കി നിൽക്കെ ആരാകും പുന്നമട ഓളപ്പരപ്പിലെ ജലരാജൻ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കാണികൾ. 5 തവണ തുടർച്ചയായി കപ്പടിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഇക്കുറി കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡിലാണ് പള്ളാത്തുരുത്തിക്ക് 3ാം സ്ഥാനത്തേക്ക് ഒതുങ്ങേണ്ടി വന്നത്. ആര്യാട് പള്ളിക്ക് സമീപത്തെ പരിശീലന ക്യാമ്പിൽ ചിട്ടയായ 40 ദിവസത്തെ പരിശീലനം പൂർത്തിയാക്കി തുഴക്കാർ. ഭക്ഷണക്രമത്തിലും ഉറക്കത്തിലും വ്യായാമത്തിലും അടക്കം പാലിച്ച് ചുണ്ടൻ വള്ളത്തെ മീറ്റിൽ പായിക്കാൻ നിയോഗിക്കപ്പെട്ടവർ. കഴിഞ്ഞ തവണ തുഴഞ്ഞ മേൽപ്പാടം ചുണ്ടന് നെഹ്റു ട്രോഫി വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തതിന്റെ വിഷമം ഇപ്പോഴും പള്ളാത്തുരുത്തിക്കുണ്ട്. ആ നിരാശ തീർക്കണമെന്ന വാശിയാണ് ഇത്തവണ മേൽപ്പാടം ചുണ്ടൻ തന്നെ തിരഞ്ഞെടുക്കാൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ പ്രേരിപ്പിച്ചത്. ട്രാക്ക് നെഹ്റു ട്രോഫിയിൽ അങ്ങനെ വലിയ ഒരു അഡ്വാൻറ്റേജ് ആർക്കും കിട്ടുന്ന ഒരു ഇതൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ആ ഒരു പോരായ്മകളെല്ലാം നികത്തിക്കൊണ്ട് നല്ല ഒരു ചിട്ടയായിട്ടുള്ള പരിശീലനവും അതേപോലെ ഉള്ള എല്ലാ കാര്യങ്ങളും ഒത്തിണക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നിട്ടിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരിപൂർണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ്. വിജയം തന്നെ ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കൂടുതൽ ഇതര സംസ്ഥാന തുഴക്കാരെ ഇറക്കുന്നുവെന്ന ആരോപണമാണ് ഇത്തവണ പല ബോട്ട് ക്ലബ്ബുകൾക്കും എതിരെ ഉയർന്നത്. എന്നാൽ മൊത്തം തുഴച്ചിൽക്കാരുടെ 25% എന്ന നിയന്ത്രണത്തിൽ ഒതുങ്ങി നിന്നാണ് പള്ളാത്തുരുത്തി ഇത്തവണ ഇതര സംസ്ഥാന തുഴച്ചിൽക്കാരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. 22 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരത്തിനുണ്ടായിരുന്നത്. അതിൽ ഒരു ചുണ്ടൻ വള്ളം ഒഴിവായതിനെ തുടർന്ന് 21 ചുണ്ടൻ വള്ളങ്ങൾ മാത്രമാണ് പുന്നമട നീറ്റിൽ നെഹ്റു ട്രോഫിക്ക് വേണ്ടി ഇറങ്ങുക. കഴിഞ്ഞ തവണ വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടനാണ് 1ാം സ്ഥാനത്തെത്തിയത്. തൊട്ടുപിന്നിലായി പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടനുമെത്തി. മൈക്രോ സെക്കൻഡുകൾക്കാണെങ്കിലും 3ാം സ്ഥാനത്തേക്ക് പള്ളാത്തുരുത്തി പിന്തള്ളപ്പെട്ടിരുന്നു. അതിനു മുമ്പ് 5 വർഷം അടുപ്പിച്ച് ജലരാജപട്ടം ചൂടുന്ന പള്ളാത്തുരുത്തിക്ക് ഇത്തവണ തിരിച്ചൊരു അത്യാവശ്യമാണ്. പ്രാവശ്യം ഞങ്ങളുടെ ഡബിൾ ഹാട്രിക് ആയിരുന്നു. ഒരു ചെറിയ പോരായ്മകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇത് ഞങ്ങൾ വിലയിരുത്തി ഇത്തവണ അതും കൂടെ നികത്തി ആ ഒരു കുറവ് ഇത്തവണ ഞങ്ങൾ പരിഹരിക്കും. തീർച്ചയായിട്ടും ട്രോഫി എടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തയ്യാറായി നല്ല ചിട്ടയായ പരിശീലനത്തോടും ശക്തമായ തയ്യാറെടുപ്പോടും കൂടി വരുന്നുണ്ട്. ഞങ്ങളും അതേ കണക്ക് തന്നെ അവരിലേക്കാൾ ഒരാളായി ഒന്നാമനായി എത്താനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞങ്ങളും. കഴിഞ്ഞ തവണ 1ാം റാക്കിലായിരുന്നു പള്ളാത്തുരുത്തിയെങ്കിൽ ഇത്തവണ 3ാം റാക്കാണ് ലഭിച്ചിരിക്കുന്നത്. തുഴച്ചിൽക്കാരുടെ ശക്തിക്കൊപ്പം കൃത്യമായ തന്ത്രം കൂടി ആവിഷ്കരിച്ചുകൊണ്ടാണ് പരിശീലനം. പുന്നമടയിലെ ജലരാജൻ ആരെ എന്നറിയാൻ ഇനി ഒരു പകലിന്റെയും ഒരു രാത്രിയുടെയും ദൂരം മാത്രം ബാക്കി നിൽക്കെ പള്ളാത്തുരുത്തിയുടെ ആവേശോജ്വലമായിട്ടുള്ള പരിശീലനമാണ് നടക്കുന്നത്. പുതിയ തന്ത്രങ്ങളുമായിട്ട് പുന്നമടയിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ് പള്ളാത്തുരുത്തി. ആരാകും വിജയ് എന്ന ആകാംക്ഷയിലാണ് ആലപ്പുഴയും കേരളത്തിലെ വള്ളംകളി പ്രേമികളും. ക്യാമറമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.